ഫാദറെ, ഈ അച്ഛന്മാരെ പ്രസംഗിക്കുമ്പോൾ കണ്ണടയ്ക്കരുത് എന്നൊരു നല്ല ഒരു ദിവ്യ ഉപദേശം ഫാദർ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ പുരാണം? നമ്മൾ ആവേശത്തിൽ ഇങ്ങനെ പ്രസംഗിച്ച് പോകുമ്പോണ്ടല്ല, നമ്മളെ കണ്ണടച്ച് ഇങ്ങനെ പ്രസംഗിച്ചു പോകും. ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛൻ എപ്പോഴാ കണ്ണടക്കണേന്ന് നോക്കിയിരിക്കുകയാണ്. കണ്ണടച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോ പള്ളിയിൽ ആരുമില്ല. പള്ളിയിലൊക്കെ സ്ഥലം വിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ പലപ്പോഴും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ആൾക്കാർ മൊത്തം സങ്കടങ്ങള്, പലരുടെയും മനസ്സിൽ നിന്ന് സന്തോഷം പോയിരിക്കുകയാണ്. ഞാൻ ആലോചിക്കും ഇവരുടെയൊക്കെ എന്ത് പറ്റും ഇവർക്കൊക്കെ. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇപ്പൊ കുർബാനയൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ, വന്നിരിക്കുന്ന ആൾക്കാർ മുഖത്ത് നോക്കുമ്പോ നമുക്ക് അവർക്ക് എന്ത് തമാശ പറഞ്ഞാലും ചിരിക്കില്ല. കാരണം അവരുടെ വീടുകളിൽ ആ സ്പിരിറ്റ് നഷ്ടപ്പെട്ടു. ശരിക്കും അവരുടെ ഉള്ളില് ശരിക്കും സന്തോഷം അവരുടെ വീടുകളിൽ കുട്ടികളോടുകൂടെ കളിക്കണം. എനിക്ക് ഓർമ്മ നമ്മുടെ ഉണ്ണിരാജ നമ്മുടെ SP ആയിരുന്ന കാലത്ത് ഞാൻ തൃശ്ശൂർ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ അദ്ദേഹം കുമ്പിട്ട് നിന്നിട്ട് ആന കളിക്കാണ്, പുറത്ത് കുട്ടി ഇരിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ നമ്മുടെ വീടുകളിലെ മാതാപിതാക്കള് ഒരു സന്തോഷകരമായ അന്തരീക്ഷം ടെൻഷൻ ഒരു കാര്യമില്ലെങ്കിലും ടെൻഷൻ. അതായത് ഈ അപ്പന്മാര് കുറെ തമാശ പറയണം വീട്ടില്. അവരുടെ സന്ധ്യാസമയത്ത് പണ്ട് കാലത്തേക്ക് കുടിയന്മാരുണ്ടായിരുന്നു, കുറെ തമാശകൾ പറയാനായിട്ടുള്ള ആൾക്കാർ, എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിരിക്കാം. പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളൊക്കെ ഭയങ്കര സീരിയസാ. പിന്നെ ലാംഗ്വേജ് ഒക്കെ അങ്ങ് ചെറുതായി പോയി. കുടിയന്മാരുണ്ടെങ്കിലേ എന്തുവാടീ എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുമായിരുന്നു. അപ്പൊ ആ നീട്ടലും കുറുക്കലൊന്നും ഇല്ല. ഇപ്പൊ ഭാഷയ്ക്കൊക്കെ ചില സ്വഭാവമുണ്ട്. പിന്നെ ഫാദർ, എൻ്റെ ഒരു സംശയം, ഫാദർ സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഞാൻ നിരവധി തവണ കേട്ടിട്ടുണ്ട്. അപ്പോഴല്ലേ സാധാരണഗതിയിൽ ക്രിസ്ത്യൻ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുവിൻ, എൻ്റെ വഴി നടക്കുവിൻ എന്ന് പറയുന്ന ഒരു ടോൺ ഇട്ട്, ഒരു മ്യൂസിക്കൽ ടോൺ ഇട്ടാണ് ആൾക്കാർ, മിമിക്രിക്കാർ മാത്രമല്ല മറ്റുള്ളവരും ധരിക്കുന്നത്. സിനിമകളിലൊക്കെ കുഞ്ഞാടുകളെ പ്രാർത്ഥനയ്ക്ക് സമയമാകുന്നു എന്നിങ്ങനെ രീതിയിലാണ്. പക്ഷെ ഫാദർ ആ സ്റ്റൈലൊന്നും ഇല്ല, ആ വഴിയും പോയി. നമ്മള് എന്നോട് പറയാം അച്ഛൻ എന്തിനാ അങ്ങനെ തൃശ്ശൂർ സ്റ്റൈല്? ഞാൻ പറഞ്ഞു ഫാദറിന്റെ സ്റ്റൈലുണ്ടല്ലോ തൃശ്ശൂര് കൊടുക്കണം. തേങ്ങയിടും തൃശ്ശൂർ സൂപ്പറാണ്. അത് ഞാൻ തൃശ്ശൂർക്കാരനല്ലേ, തൃശ്ശൂർക്കാരനാകുമ്പോ തൃശ്ശൂർക്കാരന്റെ സ്റ്റൈൽ തന്നെ സംസാരിക്കാൻ പറ്റില്ല. തൃശ്ശൂർ സൂപ്പറാ ഫാദറിന്റെ കാര്യം. ഇന്നസെന്റ് ചേട്ടൻ ലോക പ്രശസ്തനായത് ഈ തൃശ്ശൂർ കൊണ്ടാ. അപ്പൊ ഈ ഫാദർ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ ഫാദറിന്റെ. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു മത്സര ഐറ്റമാണ് ഇൻസ്ട്രുമെന്റ് മ്യൂസിക്. 1974 കാലഘട്ടത്തിൽ നമ്മളെവിടെ ഉള്ളത്? എട്ടാം ക്ലാസ്സിൽ. വലിയ വാള ക്രിസ്ത്യരായ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ അപ്പം പഠിക്കുമ്പം ഇൻസ്ട്രുമെന്റ് മ്യൂസിക് എന്ന് പറയുമ്പം ഇന്നത്തെ പോലെ സാറന്മാരൊന്നും ഗൈഡ് ചെയ്യല, അവനവന്റെ കലയനുസരിച്ച് പ്രകടനം മനോധർമ്മം. അതെ. അപ്പൊ ഞാൻ ഓർത്തു, അപ്പം അന്ന് ഹാർമോണിയം പഠിക്കുന്ന കാലമാണ്. ഞാൻ ഓർത്തു ഹാർമോണിയം വായിച്ചുകൊണ്ട് നമ്മൾ പാടുന്നതായിരിക്കും ഇൻസ്ട്രുമെന്റ് മ്യൂസിക്. അപ്പൊ അങ്ങനെ ആരും പറഞ്ഞു തന്നില്ല. അപ്പം എന്റെ ടെസ്റ്റ് നമ്പർ വിളിച്ചു. ഒരുപാട് കുട്ടികളുള്ള സ്കൂൾ. അന്ന് സ്റ്റേജിൽ കയറി കട്ടൻ ഉയർന്നു. ഞാൻ ഹാർമോണിയം വായിച്ചുകൊണ്ട് ഞാൻ പാടി, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. വായിക്കാൻ നല്ല എളുപ്പം. ഒരു സാറ് പറഞ്ഞു ഓക്കൻ കട്ടൻ താഴെ ഇടാൻ പറഞ്ഞു. പിള്ളേർ ഒറ്റ കൂച്ച. ഞാൻ ഹാർമോണിയം നോക്കി കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോന്നു. പിന്നെ 2-3 ദിവസം സ്കൂളിൽ പോയില്ല. കാരണം എഴുന്നേൽക്കുമ്പം ചെവിയിൽ ആദ്യം ഓക്കൻ കട്ടൻ താഴെ, പിന്നെ കൂവുന്ന ശബ്ദം പോലെ. അപ്പൊ എന്നെ പിള്ളേരും ഇന്നത്തെ കാലമല്ലേ. പിന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കന്യാസ്ത്രീ അമ്മ ഉണ്ടായിരുന്നു. അവര് 3-4 ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോനെ കുട്ടികൾ കൂവിയതുകൊണ്ടോ സാറ് പറഞ്ഞതുകൊണ്ടോ അങ്ങനെ ചമുവൊന്നും വേണ്ട, പല പ്രാവശ്യം തോക്കുമ്പോഴാണ് ജയിക്കുന്നത്. അപ്പം മോന് നന്നായിട്ട് പള്ളിയിലൊക്കെ വായിക്കുമല്ലോ, അതുകൊണ്ട് ലേഖനം, ഉപന്യാസം, കവിത അങ്ങനെയൊക്കെ എഴുതി പഠിക്കുക. തന്നെയുമല്ല മോൻ്റെ 2ലെയും പാട്ട് കേട്ടിട്ട് സംഗീതം അത്ര ചേർന്നാന്ന് തോന്നുന്നില്ല, പാട്ടായിരിക്കും നല്ലത്, പ്രസംഗമാണ് നല്ലത്. അങ്ങനെ തിരിച്ചലുണ്ടായ അവസരം അത്. ഫാദർ കരാട്ടെ പിടിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ അമ്മോ ചുമ്മാ അല്ല, കരാട്ടെ പിടിച്ചോ? ഷിറ്റോറിയു എന്റെ അയ്യോ നമ്മള് മംഗലം സെമിനാരിലെ പഠിക്കുന്ന കാലത്ത് മോസസ് അലക്കലക്കി കൊടുക്കണമെങ്കിൽ പറ്റുമോ? അയ്യോ നമ്മള് പ്രതിരോധം അങ്ങോട്ട് അടിക്കില്ല. ഇങ്ങോട്ട് വന്നാ വിടുവോ? ഇല്ല, ഇങ്ങോട്ട് ആരും വരില്ല. ഞാൻ നമുക്ക് തടയും. ഞാൻ ഷിറ്റോറിയോ സ്റ്റൈലില് ബ്രൗൺ ബെൽറ്റാ. ബ്ലാക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം. അപ്പൊ അത് വേണ്ടത്. മോസസ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഷട്ടിൽ കളിക്കിട്ട്
അത് കെട്ടിയിട്ട്. അത് മാത്രമേ ഉള്ളൂ പറയാൻ. ഫാദർ ഇങ്ങനെ ആയോധന കലയിലൊന്നും പോയിട്ടില്ല, നാവുകൊണ്ടുള്ള ആയോധനം മാത്രമേ ഉള്ളൂ. വോളിബോള്, ആ ചെസ്, ആ ടേബിൾ ടെന്നീസ്, ആ ഇത്ര ഇഷ്ടമാണ്. ആ